നല്ല വചനം പേജിലൂടെ രക്ഷയുടെ ഭദ്രതയെ സംശയിക്കത്തക്ക നിലയിൽ വേദപുസ്തകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ പറയപ്പെടുന്ന വേദവാക്യങ്ങളുടെ ഒരു സമഗ്രമായ നിരീക്ഷണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലൂസ് ഗലാത്യയിലെ വിശ്വാസത്തിൽ പറയുന്നുകൊണ്ട് ഗലാത്യയിലെ ആളുകൾക്ക് പൗലൂസ് ലേഖനം എഴുതിയെങ്കിലും ഗലാത്യ വിശ്വാസികൾ ക്രിസ്തു അവരിൽ ഉരുവാകപ്പെടാത്തവരായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനത്തിന് വളരെ വ്യക്തമായ ഒരു മറുപടി കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗലാത്യർ 5:4 ഗലാത്യർ 5:4 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഈ രണ്ട് പദപ്രയോഗങ്ങൾ പറയുന്നതുകൊണ്ട് ഗലാത്യരെ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവര് ആയിരുന്നെങ്കിലും അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയി എന്ന് പൗലൂസ് അവരെ ധരിപ്പിക്കുന്നതായി ഈ വാക്യം തെറ്റായി ചിന്തിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു. ഇതിന്റെ വിശദീകരണമാണ് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി എന്ന് പൗലൂസ് പറയുന്ന പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചാണ്. ഗലാത്യർ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും അങ്ങനെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തിരുന്നു. 3-ാം അധ്യായത്തിൽ പറഞ്ഞു, അതിന്റെ 2-ാം വാക്യം, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ചെയ്യുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്താലുള്ള പ്രസംഗം കേട്ടതിനാലോ? അവർക്ക് പരിശുദ്ധാത്മ പ്രാവണം ഉണ്ടായത് വിശ്വാസത്താലുള്ള പ്രസംഗം കേട്ടത് മുഖാന്തരമാണ്. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇടയായതുകൊണ്ടാണ് അവർക്കത് ലഭിച്ചത്. അങ്ങനെയുള്ള ഈ ആളുകൾ പിന്നീട് ന്യായപ്രമാണ തൽപരരായി തീർന്നു. ചില ആളുകൾ യഹൂദിയിൽ നിന്ന് വന്നവരെ തെറ്റിദ്ധരിപ്പിച്ചു. മോശയിക ന്യായപ്രമാണ ആചരണ മര്യാദ പ്രകാരം പരിച്ഛേദനം കൂടി ഏറ്റ ഇല്ല എങ്കിൽ രക്ഷ പൂർത്തീകരണത്തിൽ വരികയില്ല എന്ന് തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് ചായ്വുണ്ടായി. ന്യായപ്രമാണ തൽപരരായി തീരാനുള്ള ഒരു ചായ്വുണ്ടായി. ആ ചായ്വുണ്ടായി കഴിഞ്ഞപ്പോൾ പൗലൂസ് അവരോട് പറയുകയാണ്, അങ്ങനെ വന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുകയാണ്. കൃപയുടെ പ്രമാണത്താൽ നീതീകരിക്കപ്പെട്ടവർ ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി എന്ന് അവിടെ പൗലൂസ് പറയുന്നു. ഇതിന്റെ വിശദീകരണം 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആത്മാവ് അവരിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പൗലൂസ് ഈ ലേഖനം അവർക്ക് എഴുതി ഈ വചനഭാഗം അവരോട് പറയുമ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം 3:5 അത് തന്നെയാണ് പറയുന്നത്. പിന്നെന്താ ഇതിന്റെ ഈ പറയുന്നതിന്റെ സാരം? ക്രിസ്തുവിൽ ആയ ഒരു വ്യക്തി ജീവിതത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ വസിക്കണം, അല്ലെങ്കിൽ വസിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് അപ്പോസ്തലൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ക്രിസ്തുവിലായി കഴിഞ്ഞു. ക്രിസ്തു അവനിലുമായി, അവൻ ക്രിസ്തുവിലായി, ക്രിസ്തു അവനിലുമായി. യേശു ക്രിസ്തുവിൽ ഒരു വിശ്വാസിയായി, ഒരു പാപിയായി തീരുകയും പാപിയിൽ കർത്താവായ യേശു ക്രിസ്തു വരികയും ചെയ്തപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിലായി തീർന്നു. അങ്ങനെയാണല്ലോ ദൈവവചനം പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ നിരന്തരമായി വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കണം. യോഹന്നാൻ 15:1 മുതൽ 6 വരെയുള്ള വാക്കുകളുടെ വിശദീകരണം വായിച്ചാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പുകൾക്ക് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ തന്നെത്താൻ
ഫലം കായ്ക്കാൻ കഴിയാത്ത പോലെ നിങ്ങൾക്ക് എന്നിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. ഇതാണ് അവിടുത്തെ അനാലജി. യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നതും യേശുക്രിസ്തുവിൽ ഞാൻ നിരന്തരമായി വസിക്കുന്നു അല്ലെങ്കിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതും രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഈ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ശരിയായ വാക്യമാണ് ഫീൽ അറ്റ് ഹോം, സ്വന്തം വീട് പോലെ നമുക്ക് തോന്നുക. കർത്താവായ യേശു ക്രിസ്തുവിൽ നിരന്തരമായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു സാന്നിധ്യ അവബോധത്തിൽ ഒരു വിശ്വാസി ആയിരിക്കുന്നതിനെയാണ് ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നത്. അല്ല, ഉപദേശപരമായി ഒരു വ്യക്തി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ക്രിസ്തു അവന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞു, സ്ഥിരതാമസം ഉണ്ടായും കഴിഞ്ഞു. അപ്പോൾ തന്നെ അവൻ എന്ത് ചെയ്യണം? അവന്റെ ശിഷ്ടമുള്ള ആയുസ് മുഴുവൻ ക്രിസ്തുവിൽ നിരന്തരമായി വസിച്ചുകൊണ്ട്. അതാ കർത്താവ് പറഞ്ഞു, ഒരു മുന്തിരി കൊമ്പ് മുന്തിരിയുടെ വള്ളിയോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുമോ അത്രത്തോളം മുന്തിരി വള്ളിയിൽ നിന്ന് ഉള്ള ജീവരസം മുന്തിരി കൊമ്പിലേക്ക് വ്യാപിക്കപ്പെടുകയും അത് തളുത്ത് പുഷ്പിച്ച് അത് തളിരിതമായി അതിൽ ധാരാളം പുഷ്പങ്ങൾ ഉണ്ടാവുകയും ആ പുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ആ ചെടിയിൽ ധാരാളം മുന്തിരിങ്ങയും മുന്തിരിയ കുലകളും ഉണ്ടാകുകയും അത് പാകമായി ആ കർഷകന് പ്രയോജനകരമായി ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ നിരന്തരമായി വസിക്കണം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരുവനിൽ ക്രിസ്തു വസിക്കുന്നുള്ളത് ശരിയാണെങ്കിലും യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ആത്മജീവിതത്തിന് വേണ്ടുന്ന ജീവരസം നിരന്തരമായി പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ ഞാൻ നിങ്ങളും ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ആണ് വാസ്തവത്തിൽ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് വരുന്നത്. ഇത് ഗലാത്യയിലെ ഈ ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടു. എന്നാൽ പെട്ടെന്ന് ന്യായപ്രമാണവാദികളായ ആളുകൾ വന്ന് അവരെ അതിൽ നിന്ന് ചില ഉപദേശങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഡീവിയേറ്റ് ചെയ്തു. കൊലോസ്യർ 2:7 പറയുന്ന പോലെ അവനിൽ വേരൂന്നി തന്നെ ഒരു വിശ്വാസി വളരണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നി വളരണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വേരൂന്നി വളരുക. 1983 ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഡെക്കാൻ ഹെറാൾഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാർട്ടൂൺ വന്നു. ആ കാർട്ടൂൺ എങ്ങനെയായിരുന്നു? അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആഴത്തിൽ വേരൂന്നിയ ഒരു വലിയ വടവൃക്ഷം, കുറെ ഏരിയ മുഴുവൻ ഇങ്ങനെ വിശാലമായി പടർന്ന് ഉദിച്ച് ഉയർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷം, ആൽവൃക്ഷം. ആ ആൽവൃക്ഷത്തോട് അന്നത്തെ കോൺഗ്രസിനെ ഈ കാർട്ടൂണിസ്റ്റ് ഉപമിച്ചിരിക്കുന്നു. എന്നിട്ട് ചില മറ്റ് രാഷ്ട്രീയ കക്ഷികൾ 1-2 തൂമ്പായും കൊണ്ട് ഈ വലിയ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വന്ന് ഇങ്ങനെ കിളച്ച് ഈ വൃക്ഷത്തെ മറിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ വൃക്ഷം സ്റ്റഡിയായി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ കാർട്ടൂണിസ്റ്റ് ഉദ്ദേശിച്ചതേ ഉള്ളൂ, കോൺഗ്രസ് ഒരു വടവൃക്ഷം പോലെയാണ്. അത് വളർന്ന് വലുതായി ഒരു ഏരിയ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് പോയിരിക്കുന്നു. അതിനെ ഒരു തൂമ്പായ കൊണ്ടോ 2 തൂമ്പായ കൊണ്ടോ പിക്കാക്സ് കൊണ്ടോ മാന്തിയാൽ അതിനെ മറിച്ചിടാനായിട്ട് സാധിക്കില്ല. അത്രമാത്രം അത് വേരൂന്നപ്പെട്ടതാണ് എന്നാണ് ഈ കാർട്ടൂൺ ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിൽ നിരന്തരമായി വസിക്കുന്ന മുഖാന്തരമായി ക്രിസ്തുവിൽ അവൻ വേരൂന്നി ആത്മീകമായി വളർച്ച പ്രാപിക്കുകയാണ്. ആ കാര്യം ഇവിടെ ഗലാത്യ വിശ്വാസത്തെ സംബന്ധിച്ച് തെറ്റിയിരിക്കുന്നു. കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? ന്യായപ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുകയില്ല എന്നാണ് ഈ പറയുന്നതിന്റെ സാരം. കൃപയ്ക്ക് 3 കാലങ്ങളുള്ളതായി വേദപുസ്തകം പറയുന്നുണ്ട്. രക്ഷയ്ക്ക് 3 കാലങ്ങളുള്ളതായി കൃപയ്ക്ക് 3 കാലങ്ങളുണ്ട്. കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. എഫേസ്യർ 2:5 മുതലിട്ടൊരു കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങളുടെ പ്രവൃത്തിയും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. അങ്ങനെയുള്ളവർ കൃപയിൽ നിലനിൽക്കണമെന്ന് പ്രവൃത്തി 13:43. പ്രവൃത്തി 13:43 കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണമെന്നും ആ കൃപയിൽ നിലനിൽക്കണമെന്നും പറയുന്നു. റോമർ 5:2, 1 പത്രോസ് 5:12 ഇവിടെയെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കൃപയിൽ നിലനിൽക്കണമെന്ന്. വരുവാനുള്ള കൃപയെക്കുറിച്ചും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൃപയുടെ 3 തലങ്ങൾ പറയണം. 1 കൃപയാൽ രക്ഷിക്കപ്പെട്ടു, 2 കൃപയിൽ നിലനിൽക്കുന്നു, 3 ഇനിയും വരുമാനിക്കുന്ന കൃപ. അതേക്കുറിച്ച് പത്രോസ് 1:13 പറയുന്നത്.
അപ്പൊ ജീവിതകാലത്തെ കൃപയാണ് ഇവിടെ പറയപ്പെടുന്ന ഈ 3-ാം അധ്യായത്തിന്റെ 9-ാം ഭാഗത്തിലെ വിഷയം. നമ്മുടെ ക്രിസ്തീയ ജീവിത കാലഘട്ടത്തിലെ കൃപ. ജീവിതത്തിനും കൃപയിൽ ചാരി ജീവിക്കണം. ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടു എന്നുള്ള സംതൃപ്തനായി കഴിയാതെ അവൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവുള്ള കൃപയിൽ ചാരി ആശ്രയിച്ചുകൊണ്ട് തന്റെ ശേഷമുള്ള ആയുസ് ജീവിക്കണം. അതിന് പ്രവൃത്തിയല്ല അടിസ്ഥാനം, പ്രസ്തുത കൃപയാണ്. ആ കൃപയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി എന്ന് മാത്രമല്ല, ക്രിസ്തുവിനോട് വേർപെട്ടത് മാത്രമല്ല, അപ്പോസ്തലൻ പിന്നെയും പറയുന്നു, നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി. കൃപയിൽ ആശ്രയിക്കേണ്ടവൻ പ്രവൃത്തിയിൽ ആശ്രയിക്കാൻ പോകുന്നു. കൃപയിൽ നിലനിന്നില്ലെങ്കിൽ ജീവിതത്തിൽ പൂർണ്ണതയുണ്ടാകുകയില്ല എന്നാ പറയുന്നത്. ഒരു ദൈവത്തിൽ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുള്ള കൃപയിൽ നിലനിൽക്കണം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലെ പൂർണ്ണത ഉണ്ടാകുകയില്ല. ആത്മരക്ഷയുമായി ഇതിനെ ഘടിപ്പിച്ച് അപ്പോസ്തലൻ എവിടെയും പ്രസ്താവിക്കുന്നില്ല. അതുമായി ഒരു ബന്ധവുമില്ല. ജീവിതം ചട്ടപ്രകാരം ആയിരിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഈ വാക്യത്തിലൂടെ ചെയ്യുന്നത്. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു വേർപെട്ട് ശാപഗ്രസ്തനായി പോയി ഇനി യാതൊരു ജീവനുമില്ലാത്ത രക്ഷയുടെ നഷ്ടപ്രമേയത്തെ സംബന്ധിച്ച് ഒരക്ഷരം പോലും അപ്പോസ്തലൻ ഈ വാക്യഭാഗത്ത് പറയുന്നില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധാഭിമാനിക്കുന്ന ഒരു വിഷയമായിട്ട് ഇരിക്കുന്നു.